friends, welcome to Shalis kitchen. ഇന്ന് നമുക്കൊരു നല്ലൊരു സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ. റോയൽ ഫലൂഡയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യൂ, എന്നാലേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് അല്ലെങ്കിൽ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ചിയ സീഡ്സ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കുതിർക്കാൻ വെക്കാം. ഓക്കെ, നമുക്ക് ഇതിനാവശ്യമുള്ള ഫെലൂഡ സേവ് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫെലൂഡ സേവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ വെർമിസെലി കിട്ടില്ലേ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ സേവ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചെടുക്കും. ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് ഒരുപാട് വേവിക്കേണ്ട കേട്ടോ, ഇത് വെന്ത് വന്നാലും മതിയൊക്കെ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഹാർഡാവും. അപ്പം ഞാനിതൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എടുക്കാം. ഓക്കെ, വെള്ളം മാറ്റിയിട്ട് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഓക്കെ, നമുക്കിതുപോലെ വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഡ്രെയിൻ ചെയ്തെടുക്കുക. സീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മാംഗോ, പഴം, ആപ്പിൾ ആൻഡ് പോമഗ്രാനൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഫ്രൂട്ട്സ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, അതിന് കൂടെ നമുക്ക് ആവശ്യമുള്ള നട്ട്സും നമുക്ക് എടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ, ആൽമണ്ട്സ്, പിന്നെ കുറച്ച് റേസിൻസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് ആവശ്യമായ പാല് തയ്യാറാക്കാം. വലിയ ഗ്ലാസ് പാലെടുത്തിട്ട് ചൂടാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുക. ആൻഡ് 2 സ്കൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് നന്നായി അടിച്ചെടുക്കുക. ഓക്കെ, സോ ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് വരാം. പാല് ഇതിപ്പോൾ ഐസ്ക്രീം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫലൂഡ സെറ്റ് ചെയ്ത് തുടങ്ങാം. സെർവ് ചെയ്യുന്ന ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമ്മൾ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഗ്ലാസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. ഗ്ലാസ് ഒന്ന് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ സബ്ജ സീഡ് ഇട്ട് കൊടുക്കുക. സബ്ജ സീഡ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഫലൂഡ സേവ് ഇട്ട് കൊടുക്കുക. മുകളിലേക്ക് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാം കേട്ടോ. ഇനി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ പാല് ഐസ്ക്രീം ഇതാക്കിയതിൻ്റെ ഇതിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ലെയർ ചെയ്ത് കൊടുക്കുക. റോസ് സിറപ്പ്, നൂഡിൽസ് ഇട്ടിട്ടുണ്ട്.
ഇതിട്ട് കൊടുക്കുക. കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുക. ആൻഡ് ഇതിലേക്ക് നമ്മളുടെ പാലും ഐസ്ക്രീമുള്ളത് ഇട്ട് കൊടുക്കുക. മുകളിലേക്ക് ഒരു സ്കൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മാംഗോ ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ മാംഗോ ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും മാംഗോ ഐസ്ക്രീം ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് നമ്മൾ ജസ്റ്റ് അതിൽ ഇഷ്ടമുള്ള നട്ട്സോ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, ടോപ്പിൽ വേണമെങ്കിൽ കുറച്ച് സിറപ്പും കൂടി ഇട്ട് കൊടുക്കുക, ചെറിയ സിറപ്പ്. അടുത്ത ഒരു ഗ്ലാസ്സിലും കൂടി ലെയർ ചെയ്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് കാണിച്ചത്. അപ്പോൾ 2 ഗ്ലാസ്സിലും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.